തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ മക്കൾ ചേർന്ന് സമാധിയിരുത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസിന്റെ നീക്കം. ഗോപൻ സ്വാമി സമാധിയായി എന്നെഴുതിയ പോസ്റ്ററുകൾ മക്കൾ സ്ഥലത്ത് പതിപ്പിച്ചപ്പോഴാണ് അയൽവാസികൾ പോലും സംഭവം അറിഞ്ഞത്. നെയ്യാറ്റിൻകര അതിയന്നൂർ കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരൻ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. മിനിഞ്ഞാന്ന് ഗോപൻ സമാധിയായെന്നും അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആരും അറിയാതെ സമാധിയിരുത്തിയെന്നുമാണ് മക്കൾ പറയുന്നത്. എന്നാൽ രണ്ടു മക്കളും ചേർന്ന് ബന്ധുക്കളെയോ നാട്ടുകാരെയോ വാർഡംഗത്തെയോ അറിയിക്കാതെ സമാധിയെന്ന് വരുത്തിത്തീർത്ത് മണ്ഡപം കെട്ടി പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമാധിയെക്കുറിച്ച് സംശയങ്ങളുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ ചുരുളഴിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനായി പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കളക്ടറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കും. ഈ വീട്ടിലേക്ക് തിരക്കിയപ്പോൾ ഗോപൻ സ്വാമി മരണപ്പെട്ടൊന്നുമല്ല, സമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയാൻ സാധിച്ചത്. തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അച്ഛൻ മുമ്പേ തന്നെ ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു, ഞാൻ സമാധി ഇരിക്കുകയാണ്, എന്നെ സമാധി ഇരുത്താനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുത്തുകൊണ്ട് രാവിലെ 10:30 മണിയോടുകൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ്, എന്നെ അടിയന്തരമായി സമാധി ഇരുത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. വീടിന് സമീപത്തായി ഗോപൻ സ്വാമി പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നു. ഭാര്യ സുലോചന, മൂത്ത മകൻ സനന്ദൻ എന്നിവരാണ് വീട്ടിലൊപ്പം കഴിഞ്ഞിരുന്നത്. മരിക്കാൻ പോകുന്നുവെന്നും തന്നെ ക്ഷേത്രത്തിന് സമീപം സമാധിയിരുത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സമാധി പൂജകൾ നടത്തിയതെന്ന് മകൻ രാജസേനൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. സമാധി ചടങ്ങുകൾ മറ്റാരും കാണാൻ പാടില്ലെന്ന നിർദ്ദേശപ്രകാരമാണ് ആരെയും അറിയിക്കാത്തതെന്നാണ് മക്കളുടെ വാദം. സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല. അപ്പൊ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ അച്ഛൻ. സഹസ്രതള പത്മം എന്ന് പറയുന്നതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത്. ആ സമയം ഭയങ്കര ചൈതന്യം, ആ ശരീരം തേജസ്സും ഊർജ്ജസ്വലനായിട്ടാണ് അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായത്. സമാധി എത്തിയ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.